APP പോളിസ്റ്റർ മെംബ്രെയിൻ ചെയ്യുന്ന ഫിനിഷിംഗ് സ്റ്റേജിലുള്ള ഒരു സൈറ്റിലാണ്. കുറേ വീഡിയോ ഞാൻ ചെയ്തതാണ്, പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. പഴയ വാർപ്പായിരുന്നു ഇത്. ഇപ്പം ഒരു സൈഡ് പോലും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടില്ല. സി നമ്മൾ ഈ പേരപ്പെട്ടിൻ്റെ ഈ ടോപ്പ് വരെ കംപ്ലീറ്റ് സീൽ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തു. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ APP മെംബ്രെയിൻ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ പൊളിഞ്ഞു വരാൻ ചാൻസസ് ഇല്ലെന്ന്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ശരിക്കും ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടാകുമ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലോണം ഇൻസ്പെക്ട് ചെയ്യണം സൈറ്റ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് 2 ഷീറ്റ് തമ്മിലുള്ള ജോയിൻ്റാണ്. ഇവിടെ ഒരു ഓവർലാപ്പ് വന്നു. ഈ ഓവർലാപ്പിൻ്റെ ഈ പോർഷനൊക്കെ നല്ല സീലാവണമെങ്കിൽ ഈ മെംബ്രെയിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ ഈ ബേൺ ചെയ്തിട്ട് ഈ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ഏരിയ സീലാവുള്ളൂ. ഇത് സീലായി കംപ്ലീറ്റ് ഏരിയ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കംപ്ലീറ്റ് ഏരിയ ഓവറോൾ. ഇനി ഒരു ഡ്രോപ്പ് വെള്ളം ഇത് കിടന്ന് പോകുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതിലേക്ക് നമ്മൾ ഹെവി ഡ്യൂട്ടി അലുമിനിയം കോട്ടിങ് അടിക്കും. ഈ അലുമിനിയം കോട്ടിങ് എന്തിനാണ് അടിക്കുന്നതെന്നാണ് ഇനി എല്ലാവരും ചോദിക്കാറ്. അലുമിനിയം കോട്ടിങ് അടിക്കുന്നത് ഒരു വാട്ടർ പ്രൂഫിങ് എഫക്റ്റ് ഒന്നും അലുമിനിയം കോട്ടിങ്ങിനില്ല. അപ്പോൾ ഇത് ചൂടാവുന്നതുകൊണ്ടും ഫസ്റ്റ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹീറ്റ് കൺസംഷൻ വരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഒരു വെയിൽ വരുമ്പം ഇത് കൂടുതൽ ഒട്ടി പോകും. കാരണം അത്രയും ഒരു ലിക്വിഡ് ഫോമിലേക്ക് ഇത് ബേൺ ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ടൈമിലൊക്കെ നല്ല വെയിലാണ്. ഈ വെയിൽ വരുമ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നമ്മളിങ്ങനെ കൈ വെച്ച് ഒരു തമ്പും ബ്രഷും വരാൻ നമുക്ക് ഇതിനകത്ത് വരാം. അതേ ടൈം ഇത് രാത്രിയാകുമ്പം ഒന്ന് ടൈറ്റാവും, കാരണം ഇതൊന്ന് തണുക്കും. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ ലൈഫ് കുറയുന്നത്. അപ്പോൾ ഈ അലൂമിനിയം കോട്ടിങ് അടിക്കുമ്പം ഈ ഒരു ഹീറ്റ് റിഫ്ലക്ഷൻ, അതായത് നമ്മളെ സൺലൈറ്റ് റിഫ്ലക്ഷൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ നടക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് കസ്റ്റമറോട്, നമുക്ക് ഈ മെംബ്രെയിൻ്റെ ലൈഫ് ഒന്ന് കൂടുതൽ കിട്ടണമെങ്കിൽ കറക്റ്റ് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ വലിയ കോസ്റ്റൊന്നും ഇല്ല അലുമിനിയം ചെയ്യാൻ. ജസ്റ്റ് ഒരു വീട് പെയിൻറ്റ് ചെയ്യുമ്പം ഒരൊറ്റ ബക്കറ്റ് അലുമിനിയം മെംബ്രെയിൻ്റെ മേലെ അടിക്കേണ്ട അലുമിനിയം കോട്ടിങ് വേണമെന്ന് പറഞ്ഞാൽ മതി. അത് എല്ലാ ബ്രാൻഡിലും അവൈലബിൾ ആണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കറക്റ്റ് ഒരു 4 years കൂടുമ്പോൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഈ പറയുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രോസസ്സ് അവിടെ കട്ടാവും. അതിനുപരി വെയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് താഴെ ഹീറ്റ് റിഡക്ഷനും ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ കാര്യം.